ദില്ലിയിൽ വൻ വിമാന ദുരന്തം ഒഴിവായി. പറക്കാൻ തുടങ്ങിയ സ്വിസ് വിമാനത്തിന് തീപിടിച്ചു. യാത്രക്കാരെ വേഗത്തിൽ മാറ്റിയതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. 232 യാത്രക്കാരുമായി ടേക്ക് ഓഫിനൊരുങ്ങിയ സ്വിസ് വിമാനത്തിന്റെ എഞ്ചിനിലാണ് തീപിടുത്തമുണ്ടായത്. വിവരങ്ങളുമായി ഫെമിന ചേരുന്നു. ഫെമിന, വലിയൊരു ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഫെമിന, വലിയൊരു ദുരന്തത്തിന്റെ വക്കിൽ നിന്നാണ് ഒഴിവായിരിക്കുന്നത്. ദില്ലിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. പറക്കാൻ ഒരുങ്ങിയ സ്വിസ് വിമാനത്തിന്റെ തീ പിടിച്ചത്. എഞ്ചിനിൽ നിന്നാണ് വിമാനത്തിൽ തീ പടർന്നത്. ഉടൻ തന്നെ യാത്രക്കാരെയൊക്കെ ഒഴിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് വലിയ ദുരന്തത്തെ അത് വരും മുമ്പ് തന്നെ ഒഴിവാക്കാനായി സാധിച്ചു. ആ വിമാനത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 232 യാത്രക്കാരുമായി പറന്നുയരാനായി തയ്യാറെടുത്തിരുന്ന വിമാനത്തിലാണ് ഇത്തരമൊരു പ്രതിസന്ധി വന്നുപെട്ടത്. വിമാനത്തിൽ തീ പടരുകയായിരുന്നു. ഉടൻ തന്നെ ഈ യാത്രക്കാരെല്ലാം വിമാനത്തിന് പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവാക്കാനായി സാധിച്ചു. പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാ ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീ പടർന്നതിനെ തുടർന്ന് വിമാനത്തിലേക്ക് അഗ്നിരക്ഷാ സംഘം എത്തി വെള്ളമൊഴിച്ച് തീ അണയ്ക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എത്രയും വേഗം തന്നെ ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ആളുകളെയൊക്കെ ആ വിമാനത്തിനുള്ളിൽ നിന്ന് മാറ്റാൻ സാധിച്ചത് ഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ രക്ഷപ്പെടുത്താനായി സാധിച്ചു. ഫെമിന, വലിയ ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ദില്ലി വിമാനത്താവളത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ദില്ലിയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിലേക്ക് പറന്നുയർന്ന സ്വിസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് തീ പിടിക്കുകയായിരുന്നു. എന്നാൽ വിമാനം അടിയന്തരമായി താഴെ ഇറക്കിയതിനെ തുടർന്ന് വലിയൊരു ദുരന്തമാണ് ഒഴിവാക്കിയത്. 232 യാത്രക്കാരുമായിട്ട് പറന്നുയർന്ന വിമാനമാണ് ടേക്ക് ഓഫിനിടയിൽ ഇത്തരത്തിലൊരു തീ പടർന്നത്. എന്നാൽ യാത്രക്കാരെ എല്ലാം രക്ഷാപ്രവർത്തകർ സുരക്ഷിതമാക്കി താഴെ ഇറക്കുകയായിരുന്നു. അതുകൊണ്ട് വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. ഇപ്പോൾ 232 യാത്രക്കാർ, 4 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 232 യാത്രക്കാരായിരുന്നു വിമാനത്തിലുള്ളത്. രക്ഷാപ്രവർത്തനത്തിനിടയിൽ സാരമായിട്ടുള്ള പരിക്കുകളേറ്റ 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ദില്ലി വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തായാലും തലനാരിഴയ്ക്ക് വലിയൊരു അപകടമാണ് ദില്ലി വിമാനത്താവളത്തിൽ ഇപ്പോൾ ഒഴിവായത്. എന്താണ് ഈ തീ പടരാനായിട്ടുള്ള കാരണം? പ്രാഥമികമായിട്ട് അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? പ്രാഥമികമായിട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വിമാനത്തിന്റെ സ്വിസ് വിമാനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് തീ പടരുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രാഥമികമായിട്ടുള്ള നിഗമനം അതാണ്. പക്ഷേ എന്താണ് കൃത്യമായിട്ടുള്ള ഇത്തരത്തിൽ ഒരു ടേക്ക് ഓഫിനിടയിൽ വിമാനം തകരാറിലായത് എന്നതിനുള്ള കൃത്യമായ കാരണം വ്യക്തമല്ല. അത് അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് വിമാനത്തിലുണ്ടായിരുന്ന 232 യാത്രക്കാരെ സുരക്ഷിതമാക്കി അല്ലെങ്കിൽ സുരക്ഷിതരാണ് എന്നുള്ളതാണ്. നിസാര രക്ഷാപ്രവർത്തനത്തിനിടയിൽ പരുക്കേറ്റ 6 യാത്രക്കാരാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വിമാനാപകടങ്ങൾ രാജ്യത്ത് പതിവാകുന്നത് വലിയ ഈ ഒരു സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ശരി, ഫെമിനയാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.